എല്ലാവർക്കും നമസ്കാരം. രുചിയുടെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ്, അല്ലെങ്കിൽ ലൈം ജ്യൂസാണ്. ഇപ്പോൾ നമ്മൾ കൊറോണയൊക്കെ ആയിട്ടിരിക്കുമ്പം നമുക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടേണ്ടതൊക്കെ അത്യാവശ്യമാണ്. വൈറ്റമിൻ സി വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ലൈമൊക്കെ നമുക്ക് ഒത്തിരി വൈറ്റമിൻ സി തരും. അപ്പം നമ്മളിന്ന് ലൈം ജ്യൂസാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതൊന്നൊരു ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കൂൾ ബാറിലൊക്കെ കിട്ടുന്ന പോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കണേ. അതെങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നുള്ളത് മാളു നമ്മളൊന്ന് കാണിച്ചു തരും. അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ മാളു ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഞങ്ങൾ ഇവിടെ 4 പേർക്കാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരിൽ ഞങ്ങൾ 3 വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ മിന്റ് അല്ലെങ്കിൽ പുതിനയില, ഇഞ്ചി, പിന്നെ ഐസ് ക്യൂബ്. ഇത്രയാണ് ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കാണാം അല്ലേ. അപ്പം നമ്മൾ വലിയൊരു മിക്സിയുടെ ജാറ ഇവിടെ എടുക്കണേ അല്ലേ. നമ്മുടെ വലിയ ജ്യൂസറാണ്. അപ്പം ആ ജ്യൂസറിലോട്ട് മാളു ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യണം, നോക്കട്ടെ എങ്ങനെയാണ്. അപ്പം ഈ നാരങ്ങ വെള്ളത്തിൻ്റെ എന്നാ മാളു പ്രത്യേകത? ഇതിന്റെ നമ്മൾ തൊണ്ടോട് കൂടിയാണ് നമ്മൾ നാരങ്ങ ഇട്ട് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നത്. ഓക്കെ, നാരങ്ങ നമ്മൾ ഒരു വലിയ നാരങ്ങ നമ്മൾ ഒരു നാരങ്ങ 8ആയിട്ട് മുറിച്ചതാണ്. അത് അതിന്റെ മറ്റേ പുറത്ത് ഇത് അറ്റം 2 മുറിച്ച് കളഞ്ഞല്ലേ, 2 അറ്റം മുറിച്ച് കളഞ്ഞിട്ട് മുറിച്ചെടുത്താണ് അല്ലേ. തൊണ്ടോട് കൂടി ഇടുക, പക്ഷേ കുഞ്ഞിതായിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തേക്കുന്നത്. ഓക്കെ, നമ്മൾ മിക്സിയിലോട്ട് അങ്ങിട്ട് കൊടുക്കുവാണ്. ഇതിന് തൊണ്ടോട് കൂടി ഇടുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇത് ഒട്ടും കയ്പൊന്നും വരില്ല അല്ലേ. ഇതിന്റെ ഒരു ഭയങ്കര ഫ്രഷ് ആണ് അത്. ആ തൊണ്ടോട് കൂടി ഇടുമ്പോൾ നല്ലതായിട്ട് കഴുകണം എന്നുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ ഇഞ്ചിയാണ്. ഓക്കെ, 3 വലിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരം അനുസരിച്ചല്ലേ. നമ്മളിവിടെ റോസ് ഷുഗർ ഉപയോഗിക്കുന്നത് അല്ലേ. ഓക്കെ, നമ്മൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. ഓക്കെ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു മിന്റ് ലീവ്സും കുറച്ചല്ലേ, ഒരു 6 മിന്റ് ലീവ്സ് ഇട്ടിട്ടുണ്ട്. ആ മിന്റിന്റെ ഒരു ചെറിയ ഫ്രഷ് ടേസ്റ്റിന് വേണ്ടിയിട്ട് അതും കൂടി ഇടുന്നത്. ബാക്കി നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്. ഓക്കെ, ഐസ് ക്യൂബും കൂടി ഇട്ടു. പിന്നെ ഇച്ചിരി വെള്ളത്തോടെ ഒഴിച്ച് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട്. ഓക്കെ, ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പം അത്രയുള്ള പരിപാടി, വളരെ സിമ്പിളാണ്. ഇനി നമ്മളിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ എല്ലാം നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്, നല്ല അരിഞ്ഞ് ഓക്കെ ഇതായി വന്നു. നമ്മൾ ഇതുപോലെ അരിപ്പി ഉപയോഗിച്ച് നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമ്മളിതൊന്ന് അരിച്ചെടുക്കട്ടെ. നമ്മുടെ ഫ്രഷ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, നല്ല കൂളിംഗ് ആണ് ഇത് കുടിച്ച് കഴിയുമ്പം. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. മിൻറ്റും ഇഞ്ചിയും അല്ലെങ്കിൽ നാരങ്ങയൊക്കെ വീട്ടിലുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഇനി മിൻറ്റ് ലീവ്സ് ഇല്ലാത്തവർ അതില്ലാതെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒത്തിരി നല്ലതും കൂടി ആയിട്ടോ കുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഞങ്ങളുടെ രുചിയുടെ ലോകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ വെറൈറ്റി ഡിഷസുമായിട്ട് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.